ഈ സിനിമ നിങ്ങള് OTTയിൽ വന്നിട്ട് കാണാമെന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കില്, നിങ്ങൾക്കതൊരു തീരാ നഷ്ടായിരിക്കും. ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? തിയേറ്ററിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമല്ല, തിയേറ്ററില് വേറെ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസും കൂടെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറയുന്നെ. കാരണം ആൾക്കാര് ചില സീനുകൾ വരുന്ന സമയത്ത് ഞെട്ടിയിട്ട്, അതായത് ഇപ്പൊ നമ്മുടെ സീറ്റിന് പുറകിലിരിക്കുന്ന ആൾക്കാര് അവരുടെ കാലൊക്കെ മിക്കവാറും നമ്മുടെ സീറ്റിൽ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ ഇരിക്കുക. ചില ആൾക്കാർ ഇങ്ങനെ സീറ്റിൽ ചിലപ്പോൾ ഇങ്ങനെ ചവിട്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് എൻ്റെ പുറകിലുള്ള ഇരുന്നിരുന്ന ആൾക്കാര് ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സിനിമയില് ചില സീനുകൾ വന്നപ്പോ ആൾക്കാര് ഞെട്ടിയിട്ട് അവരുടെ കാലടക്കം വിറച്ചിട്ട് ഞാനിരുന്ന സീറ്റ് വരെ ഒന്ന് ചെറുതായിട്ട് കുലുങ്ങിപ്പോയി. അങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് ആൾക്കാർക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയത്. പറഞ്ഞു വരുന്നത് വേറെ ഒരു സിനിമയെക്കുറിച്ചുമല്ല, സംഭവം അധ്യായം 1 എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. അതായത് ഈ സിനിമ തുടങ്ങിയപ്പോൾ സിനിമയുടെ റിവ്യൂവും സിനിമ എന്ത് ടൈപ്പ് ഓഫ് സിനിമയാണെന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ് സത്യത്തിൽ ഈ സിനിമ കാണാൻ പോയത്. അപ്പോൾ അതിനകത്ത് റിവ്യൂവിൽ പല ആൾക്കാരും പറയുന്നുണ്ട് ഇതൊരു ലൂപ്പിൽ പെടുന്ന സിനിമയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലൂപ്പിൽ പെടുന്ന സിനിമ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു സിനിമ വരുന്നത് ഏതായിരുന്നു? നമ്മുടെ ചുരുളിയാണ്. അപ്പൊ ചുരുളിയിലുള്ള ഒരു സ്റ്റാർട്ടിങ് സീൻ എന്ന് പറയുന്നത്, ഇവർ ഈ KSRTC ബസ്സിൽ ഇങ്ങനെ പോയിട്ട് പിന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങി അവിടുന്ന് ആ ജീപ്പിൽ കയറി പോകുന്ന കഥയാണല്ലോ അല്ലെ. ജീപ്പിൽ കയറി പോയി ആ പാലം കിടക്കുമ്പോഴാണ് മൊത്തത്തിൽ ചേഞ്ച് ആവുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ KSRTC ബസ്സിൽ ഇറങ്ങി ഒരു ജീപ്പിൽ കയറി പോകുന്നതോട് കൂടെ തന്നെയാണ് ഇവിടെയും സിനിമയുടെ ഒരു മെയിൻ പോർഷൻ സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ ഇതെന്താണ്, ഇത് അതിന്റെ ഒരു ആവർത്തനം തന്നെയാണോ ഈ ഒരു സിനിമ എന്ന് തോന്നിപ്പോയി എനിക്ക്. പ്രത്യേകിച്ച് ഈ ഒരു ലൂപ്പും ഇതെല്ലാം കൂടെ. പക്ഷേ സിനിമ തുടങ്ങി കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോ ഉണ്ടല്ലോ, ചുരുളി പോലത്തെ സിനിമയെ അല്ല ഇത്. ഇത് കിടിലനായിട്ടുള്ള ഒരു സാധനം. അതായത് ഒരു സ്ലോ പീസിൽ പോകുന്ന ഒരു സിനിമ, ഒരു ചെറിയ സംഭവത്തിൽ നിന്ന് തുടങ്ങുന്ന ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ ഇവര് ചെന്ന് പെടുന്നത് കാലത്തിനെയും സമയത്തിനെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലൂപ്പിനകത്തേക്കാണ് ഇവര് ചെന്ന് കയറുന്നത് എന്നുള്ളതാണ്. കുറെ പോലീസുകാരും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്ന കുറെ ആൾക്കാരും, അങ്ങനത്തെ ഒരു സിനിമ. ഈ പാലക്കാട് ധോണി ഫോറസ്റ്റിന്റെ സൈഡ് ആ ഒരു ഭാഗങ്ങളിലാണ് ഇവരിത് ഷൂട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റിയത്. അപ്പൊ ആ ഫോറസ്റ്റും ആ ഫോറൻസിന്റെ ഒരു ഡെൻസ് ഫോറസ്റ്റും നമ്മൾ ഇത്രയും കാലം കണ്ടേക്കുന്ന ഫോറസ്റ്റേ അല്ല ഈ ഒരു സിനിമക്കകത്തുള്ളത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇടുക്കി ഏരിയയും അങ്ങനെ കുറെ ഫോറസ്റ്റ് ഏരിയാസ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. പക്ഷെ ഈ ഫോറസ്റ്റ് ഏരിയ കാണുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേക ബ്യൂട്ടി ഉണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമുക്കൊരു പുതിയ ടെറൈൻ, പുതിയൊരു ഫോറസ്റ്റും പുതിയൊരു മിസ്റ്ററി ഏരിയ നമ്മുടെ മുന്നിലോട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഇതിലത്തെ ഫോറസ്റ്റും ആ ഒരു മൊത്തത്തിൽ ഏരിയനെ സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് ഈ പടത്തിനകത്ത് ആവർത്തന വിരസത ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും മിസ്റ്ററി ത്രില്ലറുകൾ നമ്മൾ കാണുന്ന സമയത്ത് ഇത് പലപ്പോഴും സെറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഹൈ റേഞ്ച് ഏരിയയിലാണ്, ഹില്ലി ഏരിയയിലാണ്. മഞ്ഞും പുകയും ഒക്കെയുള്ള ഒരു, പുക എന്ന് പറയാൻ പറ്റില്ല, മഞ്ഞും കോടയൊക്കെ ഉള്ള ഒരു ഒരു മിസ്റ്ററി. അപ്പൊ ആ ഒരു ഒരു അതിന്റെ ഒരു ഒരു കോൾഡ്നെസ് നമുക്കിങ്ങനെ കിട്ടുമ്പോൾ തന്നെ കോൾഡ് ബ്ലഡ് മർഡേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഫീല് ആളുകളുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യുന്നത്. അപ്പൊ സെയിം തന്നെയാണ് ഇവിടെ പിടിച്ചേക്കുന്നത്. പക്ഷേ വേറൊരു ടെറൈൻ, വേറൊരു വേറൊരു സ്ഥലം. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നിത്യഹരിതവനമാണല്ലോ. അപ്പൊ അതിന്റെ ഒരു അതിന്റെ ഒരു ഭംഗി, അതേപോലെ തന്നെ ഇതൊരു തമിഴ്നാട് കേരള ബോർഡർ സെറ്റപ്പ് ആണ്. അപ്പൊ അങ്ങനത്തെ കുറെ സെറ്റിങ്സുകള്, അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു സിനിമ ഇവരൊരു വല്ലാത്ത ഒരു ലൂപ്പിലേക്ക് ചെന്നങ്ങ് ചാടുകയാണ്. പിന്നെ ഇതിനകത്തുനിന്ന് ഊരി വരാനുള്ള ഇവരുടെ ശ്രമമാണത്. അപ്പൊ അതിനകത്താണ് ചില ഏരിയകളിൽ നമ്മൾ ഞെട്ടിപ്പോകുന്നത്. നമ്മള് അതായത് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാം. ആ ഒരു മ്യൂസിക് ഇങ്ങനെ ഇട്ട് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്യും. ഇപ്പൊ എന്തോ ഒരു സാധനം വരാൻ പോകുന്നുണ്ട് ഒരു ടപ്പേ എന്നും പറഞ്ഞിട്ടാണ് പൊട്ടിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മളൊന്ന് കിടുങ്ങും ഇതിനകത്ത്. അപ്പൊ അങ്ങനത്തെ സൗണ്ട് എക്സ്പീരിയൻസും വിഷ്വൽ എക്സ്പീരിയൻസും ഉള്ള ഒരു സിനിമയാണ് ഈ പറയുന്ന സംഭവം അധ്യായം 1 എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിനകത്തുള്ള ആക്ടേഴ്സ്, ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ ആസിഫ് അലീന്റെ അനിയൻ, അതേപോലെ കുറെ ആക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ കുറെ പേരുണ്ട്. ഇപ്പൊ ഇവരൊക്കെ നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി അനിയൻ പക്കാ ആസിഫ് അലി ചെയ്യുന്ന അതേ നുവാൻസസും അതേ മാനറിസംസും തന്നെയാണ് അതിനകത്തും ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എന്താ പറയാ, വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന
ആക്ടേഴ്സും കുറേ സീനുകളൊക്കെ ഉള്ള ഒരു സിനിമ. അപ്പം ഇതിനകത്തുള്ള കാസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ അസ്കർ അലി, ആസിഫ് അലിയുടെ അനിയൻ, പിന്നെ വിനീത് കുമാർ ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതൻ ഉണ്ട്. സിദ്ധാർത്ഥ് ഭരതന് ചെറിയൊരു പോർഷനേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ളതിന് ആസിം ജമാൽ ഉണ്ട്, സെന്തിൽ കൃഷ്ണ ഉണ്ട്, രാജാമണി, ശ്രീകാന്ത് ദാസൻ, നീതു കൃഷ്ണ, ഗൗരി വിനീത്, ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇതിനകത്ത് കാസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഒരു വലിയ ക്രൗഡഡ് ആയിട്ടുള്ള സിനിമയല്ല ഇത്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആ ഉള്ള ആൾക്കാർക്ക് നല്ല സ്പേസ് ഉണ്ട്, ആൾക്കാർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്ഥലങ്ങളും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ആരറിയോ? ഡയറക്ടർ ഉണ്ട്, അഫ്കോഴ്സ് ഡയറക്ടർ ജിത്തു സതീശൻ മംഗലത്ത്. പുള്ളി കിഡിലൻ ഡയറക്ടറാണ്, കിഡിലനായിട്ട് ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്, സെറ്റാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി അതിന്റെ കൂടെ തന്നെ പറയേണ്ടത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫറാണ് നവീൻ നജോസും, പിന്നെ അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ള ഗോഡ്വിൻ തോമസും. ഈ മൂന്നിന്റെ ഒരു ഇന്റർപ്ലേ ഉണ്ടല്ലോ, ഈ മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇന്റർപ്ലേ, ഇതാണ് ഈ സിനിമയെ പുള്ള് ചെയ്യുന്നത്. അതായത് ടുവാർഡ്സ് എൻഡിലേക്ക് സിനിമ ക്ലൈമാക്സ് കഴിഞ്ഞ് പടം കഴിയുന്ന സമയത്ത് ആൾക്കാർ കൈയടിച്ചിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ സിനിമ കൊടുക്കുന്ന കഥയും, അത് അത്രയും ഭയങ്കര സൂപ്പർ കഥയൊന്നും ആൾക്കാർക്ക് കൊടുത്തിട്ടോ അങ്ങനത്തെ സാധനമൊന്നുമല്ല. ആൾക്കാർക്ക് കിട്ടിയേക്കുന്ന എക്സ്പീരിയൻസ് ആണ് ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിച്ചതെന്നുള്ളതാണ്. അല്ലാതെ പ്ലോട്ടും കഥയും ഇമോഷണൽ സാധനം ഇങ്ങനെ എടുത്തുകൊണ്ട് അതൊന്നുമല്ല. ആ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ച കൊടുക്കുന്ന എക്സ്പീരിയൻസും, നമ്മുടെ ചെവി കൊണ്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത് ആ കേൾവി കൊടുക്കുന്ന എക്സ്പീരിയൻസും, ഈ എക്സ്പീരിയൻസ് ആണ് ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിച്ചെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങളിത് ഈ പറയുന്ന എന്താ പറയാ OTT വന്നിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും കൂറ സെറ്റിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിലോ, നഷ്ടമാണ് നിങ്ങൾക്ക്. അതായത് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. നല്ല സ്ക്രീനിൽ നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ മലയാള സിനിമയിലേക്ക് വേറെ ഒരു സെറ്റ് ഓഫ് ടീമൂടെ എൻ്റർ ആയി എന്ന് വേണമെങ്കിൽ ഈ ഒരു സിനിമയോട് കൂടെ നമുക്ക് പറയാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാലോ, മലയാള സിനിമ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മലയാളത്തിൽ നിന്ന് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ലൂപ്പ് പടം, അതും തിയേറ്ററിൽ ഒരു കിടിലൻ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു പടം. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പേസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോവുക, എൻജോയ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക.